ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പൊടിയാണ്, പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 1.5 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കണം. ഇനി ഈ മാവ് നമുക്ക് ഒരു ചൂടോടുകൂടി തന്നെ ഒരു വാഴയിലയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിത് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വാഴയില എടുത്തത്. ഇത് നമ്മൾ ആ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല ചൂടുള്ളത് കൊണ്ട് കൈ മുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബൗളിൽ ഞാൻ വെച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കി കൊടുത്താൽ നമ്മുടെ കൈ പൊള്ളത്തില്ല. അല്ലെങ്കിൽ നല്ല ചൂടല്ലേ, ചൂടോടുകൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോഴാണ് ആ സോഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ഇടിയപ്പത്തിൻ്റെ തട്ടെടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ 2 അച്ചിലും നമ്മൾ ഉപയോഗിക്കുന്ന അച്ചിലും എണ്ണ തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു ഉരുളയായിട്ട് ഉരുട്ടി ഈ അച്ചിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് അച്ചിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വട്ടത്തിൽ നല്ലതുപോലെ ചുറ്റിച്ച് ഈ അച്ചിലേക്ക് എടുക്കണം കേട്ടോ. ഇതെനിക്കൊരു മടിയൻ പണിയായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഇത് ഉണ്ടാക്കാറുള്ളൂ. ഹസ്ബൻഡ് അത്രയ്ക്ക് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2 തട്ടിൽ നമ്മൾ ഒരേപോലെ മാവ് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാത്രം ഉണ്ടല്ലോ, നമ്മൾ ഇടിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് 2 തട്ടും ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. നമ്മൾ ഓൾറെഡി മാവ് ഒന്ന് നല്ലപോലെ തിളച്ച വെള്ളത്തിലിട്ട് ഇളക്കിയെടുത്തതാണല്ലോ, അതുകൊണ്ട് നമുക്ക് 10 മിനിറ്റിൽ തന്നെ റെഡിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കാം. അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമാണോ അത്രത്തോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും തേങ്ങാപ്പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഈ ഇടിയപ്പം നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വൈകുന്നേരത്തെ ഒരു കടിയായിട്ടോ ചായയുടെ കടിയായിട്ടോ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.